ഹായ് ഗൈസ്, ഐശ്വര്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ചാനലും പറഞ്ഞു തരാത്ത കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ആണ് നമ്മളിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ ലാപ്ടോപ്പ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും നിങ്ങളിൽ പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഞാൻ അങ്ങോട്ട് ഗസ് ചെയ്ത് പറയാം. ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് തിരിച്ചു പറഞ്ഞാൽ മതി. ഫസ്റ്റ് തന്നെ, ചേട്ടാ ഇതിൻ്റെ പ്രോസസ്സർ എത്രയാണ്, ചേട്ടാ ഇതിൻ്റെ റാം എത്രയുണ്ട്, ചേട്ടാ SSD ആണോ ഹാർഡ് ഡിസ്ക് ആണോ, SSD ആണെന്നുണ്ടെങ്കിൽ എത്ര GB കപ്പാസിറ്റി ഉണ്ട്, ഹാർഡ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ എത്ര GB കപ്പാസിറ്റി ഉണ്ട്, ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് ഏതാണ് ചേട്ടാ, ഇത്ര ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അപ്പം ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമൻ്റ് ഇടാം. ഇനി നിങ്ങൾക്ക് കുറച്ച് രസകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ഒരു ലാപ്ടോപ്പിൻ്റെ കീബോർഡ് എങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇതേമാതിരത്തെ ടെക്നീഷ്യന്മാരുടെ വയറ്റത്തിട്ട് അടിക്കരുതെന്ന്. അപ്പോൾ ഇന്ന് ആ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, അതേമാതിരി ഈ നമ്മൾ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഇത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാപ്ടോപ്പ് കീബോർഡ് അഴിച്ച് മാറ്റാനായിട്ട് നമുക്ക് 10 മിനിറ്റ് മതി എന്നാണ് പറഞ്ഞത്. ഇത് 2011 മോഡൽ ലാപ്ടോപ്പിലായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് 2021 ആദ്യ ക്വാർട്ടറിൽ ഒരു ലാപ്ടോപ്പ് നമുക്കിവിടെ കൊണ്ടുവന്ന് തരേണ്ടായി. കാര്യം നിസ്സാരമായിരുന്നു, കംപ്ലൈൻറ്റ് നിസ്സാരമാണ്. കീബോർഡിലെ ചില കീകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രസ് ചെയ്യുന്നതുകൊണ്ട് ലാപ്ടോപ്പ് ഓണാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് കീബോർഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കീബോർഡ് റീപ്ലേസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ രസകരമായൊരു കാഴ്ച ഞാൻ കണ്ടത്. ഒന്നാമത്തെ കാര്യം, കീബോർഡ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് റിവെറ്റ് വെച്ചാണ് ഇരിക്കുന്നത്. സ്ക്രൂ എന്ന് പറയുന്ന സാധനം തൊടിയിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ഉരുക്കി കളഞ്ഞതിന് ശേഷം മാത്രമേ കീബോർഡ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. പുതിയ കീബോർഡ് വെച്ചതിന് ശേഷവും നമ്മൾ ഈ പ്ലാസ്റ്റിക് റിവെറ്റുകൾ തിരിച്ച് ഉരുക്കി വെക്കണം, എന്നാൽ മാത്രമേ കീബോർഡ് അവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ചേട്ടന്മാർക്ക് ചെയ്യേണ്ട ബുദ്ധിമുട്ടിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഈ ചേട്ടന്മാർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പുകയടിച്ച് സോൾഡറിങ് അയൺ വെച്ച് വേണം ഇത് ഉരുക്കാനായിട്ട്. അതായത് ഈ ലാപ്ടോപ്പിൽ നിന്ന് കീബോർഡ് ഊരിയെടുക്കാൻ മാത്രമായിട്ട് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും ഇവർക്ക്. ഒരു 22 തൊട്ട് 52 വരെയൊക്കെ പിന്നുകൾ ഉരുക്കിയെടുക്കാനുണ്ടാവും, പ്ലാസ്റ്റിക് പിന്നുകൾ. അപ്പോൾ ഇത്രയും പ്ലാസ്റ്റിക്കിൻ്റെ പുക ഇവർ ശ്വസിക്കേണ്ട കേസുണ്ട്. ഇത് ഇവർ പുറത്ത് പറയുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കേസ്, ഇനി അഥവാ നിങ്ങളുടെ കീബോർഡ് ഒരു തവണ കേടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കീബോർഡ് ഫിറ്റ് ചെയ്ത് ഒരു തവണ നമുക്ക് അത് ഉരുക്കി വെക്കാൻ പറ്റുമായിരിക്കും. മാക്സിമം 2 തവണ ഉരുക്കി വെക്കാൻ പറ്റുമായിരിക്കും. പിന്നീട് നിങ്ങളുടെ കീബോർഡ് കംപ്ലൈൻ്റ് ആവുക എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ടോപ്പ് പാനൽ അടക്കേ മാറ്റാൻ പറ്റുള്ളൂ. അത് രണ്ടാമത്തെ കേസ്. അതും അവർ പറയുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മിക്കവാറും അത് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടാവില്ല. കാരണം ഒരിക്കൽ റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കടയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അയാളായിരിക്കും അത് ഡീൽ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അവരെന്തായാലും അത് പുറത്ത് പറയുന്നില്ല. ഇനി അഥവാ പുറത്ത് പറഞ്ഞാൽ തന്നെ കുറച്ച് പേര് ആ ഒരു സംഭവം, ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾ മാത്രമേ ഇതറിയാൻ ചാൻസ് ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ മാതിരി കേൾക്കുന്ന ഓഡിയൻസ് കംപ്ലീറ്റ് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് നമുക്ക് ലാപ്ടോപ്പ് കൊണ്ടുവന്ന് തന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ അതിൻ്റെ കീബോർഡ് ഊരി മാറ്റിയിട്ടുണ്ട്. ബ്രാൻഡ് തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ കീബോർഡ് വരുന്നത്. ഓക്കെ, കണ്ടോ? ഈ കീബോർഡ് ഊരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത സംഭവം കാണിച്ചു തരാം. ഇതാണ് ആ ലാപ്ടോപ്പിൻ്റെ മദർ ബോർഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, കീബോർഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ മദർ ബോർഡ് ഊരേണ്ടി വന്നു. പ്രോസസ്സറും GPU ഒക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം അഴിച്ചു മാറ്റേണ്ടി വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ഇനി പറയാൻ പോകുന്ന കേസ്, നമ്മൾ പുതിയ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളെന്ന് പറഞ്ഞല്ലോ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കേണ്ടത്, ചേട്ടാ നമ്മുടെ പ്രോസസ്സർ മദർ ബോർഡിൽ സോൾഡേഡ് ആണോ? കണ്ടോ, പ്രോസസ്സർ സോൾഡേഡ് ആണ്. രണ്ടാമത്തെ കാര്യം, ചേട്ടാ ഗ്രാഫിക്സ് കാർഡ് സെപ്പറേറ്റ് ആണോ അതോ കാർഡാണോ സോൾഡേഡ് ആണോ? സോൾഡേഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ്, ചേട്ടാ മെമ്മറി സോൾഡേഡ് ആണോ? മെമ്മറി സോൾഡേഡ് ആണോ എന്ന് അറിഞ്ഞൂടാ, ഈ സാധനം ഷീൽഡഡ് ആണ്. ഓക്കെ, അടുത്തത്, ഇത് NVMe SSD ആണ്. ഈ കാണുന്ന NVMe SSD ആണ്. ചേട്ടാ NVMe SSD സോൾഡേഡ് ആണോ അല്ലയോ? അതാണ് അടുത്തത് ചോദിക്കേണ്ടത്. അപ്പോൾ ഇത്ര 4 ചോദ്യങ്ങളായല്ലോ. ഇത് നിങ്ങൾ ആരും ചോദിക്കാത്ത ചോദ്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ പ്രോഡക്റ്റുകളെല്ലാം ലാപ്ടോപ്പുകളാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും യൂസർ സർവീസബിലിറ്റി തീരെ ഇല്ലാത്ത തരത്തിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ സാധനങ്ങളും നമുക്കൊരു എക്സ്റ്റേണൽ ഒരു പുറത്തൊരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, നമുക്കത് കൊടുക്കാം. പക്ഷെ ആ ടെക്നീഷ്യനും ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം നോക്ക്, ഒരു 25 മുതൽ 52 പാഡ് വരെ അവിടെ ഇത് കുത്തിപ്പിടിച്ചിരുന്ന് ഡീസോൾഡർ ചെയ്യുക. സോൾഡറിങ് അയൺ വെച്ചിട്ട് ഉരുക്കിയിട്ടാണ് ഒരു കീബോർഡ് വരേണ്ടത്. നേരത്തെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു 3 സ്ക്രൂ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പോക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആസ് എ കസ്റ്റമർ നിങ്ങളാണ് ഇനി
ഒരു കമ്പ്യൂട്ടർ മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം സർവീസബിലിറ്റി എന്തോരം ഉണ്ട്, കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കീബോർഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. കാരണം ഈ പറഞ്ഞ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് എന്ന് പറയുന്നത് ഉപയോഗിക്കാണ്ട് കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവാണ്ട് വന്നതാണ്. അതായത് ചില കീസ് പ്രസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കാണ്ട് വെച്ചാലും നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡുകൾ അടിച്ചു പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളുടെ മേടിക്കാൻ പോകുന്ന കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ അടുത്ത് ചോദിക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തിട്ട് എന്താ കാര്യം എന്നുള്ളത് ചോദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനീനെ അങ്ങോട്ട് പുഷ് ചെയ്യാതെ നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ്സ് കിട്ടില്ല. ഇത് എല്ലാ കമ്പനികൾക്കും ബാധകമല്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ള T590 എന്ന് പറഞ്ഞ ലെനോവോൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്. അത് ഹൈ ആൻഡ് കോൺഫിഗറേഷൻ ആണ്, 1 ലക്ഷത്തിന് മേലെ വരുന്ന ലാപ്ടോപ്പാണ്. അതിന് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല. കീബോർഡെല്ലാം അതായത് 1 ലക്ഷത്തിന് മേലെയുള്ള ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കീബോർഡ് നമുക്ക് സെപ്പറേറ്റ് ഊരി മാറ്റാം, മോണിറ്റർ സെപ്പറേറ്റ് ഊരി മാറ്റാം, എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. അതല്ലാതെ കീബോർഡ് മാറ്റാനായിട്ട് ഈ ലാപ്ടോപ്പിൻ്റെ ഫുൾ ഷെല്ല് ഊരണം എന്നുള്ളൊരു നിബന്ധന അതിനില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ടാക്ടിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ലാപ്ടോപ്പുകൾക്ക് ഇതേമാതിരി സ്പെയർ പാർട്സ് പെട്ടെന്ന് കേടാവുന്ന തരത്തിലാക്കി സർവീസ് ചാർജ് വെച്ചിട്ട് ഈ പുതിയ ലാപ്ടോപ്പ്, അതായത് വില കൂടിയ ലാപ്ടോപ്പിൻ്റെ ആ റേഞ്ചിലേക്ക് വരുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കമൻറ്റ് പറയാം. എനിക്ക് അതിനനുസരിച്ചും എൻ്റെ നോളജ് അതിനനുസരിച്ച് കൂടും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ശരിയല്ലേ എന്നുള്ളത് നോക്കുക. ഇതേമാതിരി ബുദ്ധിമുട്ട് ഫേസ് ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് താഴ്ത്തി രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തിടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഉണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.